കോൾസൺ സ്കോക്ക് മനശങ്കര വരപ്രസാദകർ തെലുങ്ക് സിനിമയാണ്. രവി വാസ്തുപിട്ടി ഇന്നേക്കൊരു പൊടി. ഇദ്ദേഹം സംക്രാന്തി സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ സംക്രാന്തിയാണ് അവിടെ തെലങ്കാനയിൽ. അപ്പോൾ സംക്രാന്തിക്ക് വാസ്തുനാം എന്ന് പറഞ്ഞ സിനിമ പിന്നെ കഴിഞ്ഞ വർഷം എടുത്തിട്ട് വിക്ടറി വെങ്കടേഷിനെ വെച്ചിട്ട് രാം ചരണിനെയും ശങ്കറിനെ തൂഫാനാക്കിയ ഡയറക്ടർ ഇദ്ദേഹമാണ് നമ്മളെ ഭഗവന്ത് കേസരി ദളപതി വിജയണ്ണ റിലീസ് ചെയ്യാൻ നോക്കി മാറ്റിവെച്ച അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ ഭഗവന്ത് കേസരിയാണ് നമുക്കെല്ലാം അറിയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചില്ലറക്കാരനല്ല. ആര്? രവി പൊടി. ഈ സിനിമയുടെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെറിയ ബീംസ് സെസറിലിയോ കിട്ടലാം പരിപാടി, അതായത് നമ്മുടെ തമനംസൊക്കെ ചെയ്യുന്ന പോലത്തെ അതുപോലത്തെ അന്യായം ബോസിൻ്റെ ചിരഞ്ജീവി ഗൗരുവിൻ്റെ സ്കോറ്, അതുപോലെ പിന്നെ വിക്ടറി വെങ്കടേഷിൻ്റെ സ്കോറ്, ഇതിൽ മറ്റേ മലയാളി ഉണ്ട് സുദേവ് നായർ, അദ്ദേഹത്തിന് കൊടുത്ത സ്കോറ് നെട്ടിവട്ടി, അതായത് തിയേറ്റർ കുലക്കുന്ന പരിപാടികളാണ്. പിന്നെ സോങ്സൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ ഒരു ഇൻട്രോ സോങ് ഉണ്ട്, അത് കിട്ടില്ലം വൈബ് സോങ്. പിന്നെ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്. പിന്നെ അല്ലാതെ കുറേ പിന്നെ സോങ്ങുണ്ട്. പിന്നെ ഒന്ന് രണ്ട് വെറുപ്പിക്കൽ സോങ് ഉണ്ട്, ഒരു കേരളത്തിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്ത് ആലപ്പുഴയിൽ നിന്നൊക്കെ. അപ്പോൾ അതാണ് സ്കോറിൻ്റെ പരിപാടി. പിന്നെ മ്യൂസിക്കും DOP സമീർ റെഡ്ഡി, എഡിറ്റർ തമ്മിരാജു. അപ്പോൾ ഇദ്ദേഹം അപാര മേക്കറാണ്. മേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഭഗവന്ത് കേസരി നിങ്ങൾ കണ്ടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര മേക്കിങ്, പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രാഫി പരിപാടി, ഡാൻസ് സീക്വൻസുകൾ, ഭയങ്കര കളർഫുള്ള്, അങ്ങനത്തെ ഗ്രേഡിങ്, കളറിങ്, അങ്ങനത്തെ ലൊക്കേഷൻസ്, പിന്നെ ഭയങ്കര എലിവേഷൻ സീൻസ്, എല്ലാം ഓവർ ദ ടോപ്പ് പറക്കൽ, ഗ്രാവിറ്റിയെ വെല്ലുവിളിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ബാലയുടെ പടമൊക്കെ അറിയാലോ, അതേപോലെ തന്നെ ചിരഞ്ജീവി ഗാരുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിങ്ങിൽ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ ഭയങ്കര സംഭവം. അത് കാണുന്ന സമയത്ത് ഒരു ലോജിക്കും ഇല്ല. ഒരു ലോജിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോ ബ്രെയിനർ, കംപ്ലീറ്റ് മാഡ്നസ്, അതാണ് സംഗതി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് പറയുന്നത് ഇത് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇറക്കിയിട്ട് എല്ലാ ഭാഷയിലും ടൈറ്റിൽ കാണിക്കുന്ന പരിപാടിയുള്ള സിനിമയല്ല. കാരണം ഞാൻ കണ്ടത് തെലുങ്കൻ മരുടെ കൂടെയാണ് കണ്ടിട്ടുള്ളത് കേരളത്തിൽ. അതായത് ഇത് ഡബ്ബിംഗ് ഇല്ല, വല്ല പാൻ ഇന്ത്യൻ സാധനം. ഇത് അവിടുത്തെ എന്താ പറയുക, ഇൻഡിജിനസ് ആയിട്ടുള്ള അവിടുത്തെ തെലുങ്കന്മാരായിട്ടുള്ള ആന്ധ്രയിലും തെലങ്കാനയിലുള്ള ആളുകളെ മാത്രം ഉദ്ദേശിച്ച് ഇറക്കുന്ന സിനിമയാണ്, പ്രത്യേകിച്ചും സംക്രാന്തിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ തെലുങ്കന്മാരെ ഭാഗത്തുണ്ടായ റെസ്പോൺസ് കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അവരെങ്ങനെ അറമാതിക്കുക ഓരോ സീൻസിലും. കാരണം ഇതിലെല്ലാം ഉണ്ട്, ആക്ഷൻ ഉണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്, സോങ്സ് ഉണ്ട്, അതിനെ പറ്റിയ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, മാസ് സീൻസ് ഉണ്ട്. പിന്നെ ഇവരെ കോമ്പിനേഷനും, വിക്ടറി വെങ്കടേഷും ചിരഞ്ജീവി ഗാരും തമ്മിലുള്ള കോമ്പിനേഷനും ചില റെഫറൻസസും പഴയ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നയൻതാരയുണ്ട്, മറ്റേ അങ്ങനെ പിന്നെ മറ്റേ സ്ത്രീ ഇതിനകത്തുണ്ടേ, ഇന്നലെ കണ്ട സിനിമയിലുള്ള സ്ത്രീ. പക്ഷെ അവരിതിൽ വെറുപ്പിച്ചിട്ടില്ല കേട്ടോ. സറീന വഹാബ് ഇതിൽ ഒരു ഡീസൻറ്റ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ പറഞ്ഞ ഈ തെലുങ്കന്മാർക്ക് ടാർഗറ്റ് ഓഡിയൻസിന് പറ്റിയ സിനിമയാണെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നില്ല. അതായത് തുടക്കം മുതൽ തന്നെ ഇദ്ദേഹം മറ്റേ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ വലിയ കമാൻഡോ അങ്ങനത്തെയൊക്കെയാണ്. കാരണം എന്തും കാണിക്കാതെ ഇവർക്ക് നോ ലിമിറ്റ്. ഇത് വേറെ യൂണിവേഴ്സ് ആണല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി കാവലിൽ നിൽക്കുന്നു. അങ്ങനെ തുടക്കം തന്നെ പുള്ളി ഒരു മിഡിൽ ക്ലാസ്സായി കാണിക്കുകയാണ്. അടിച്ചു വരുന്നു, പിന്നെ അലക്കുന്നു, അങ്ങനെ ഒന്ന് അവിടെ നിന്ന് പിന്നെ ഗാരു സിഗരറ്റൊക്കെ വെച്ച് ഭയങ്കര ബാസ് വന്നിട്ട് പിന്നെ പെട്ടെന്ന് എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ കോമഡി ആയിട്ട് കാണിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് വെട്ടി പറന്ന് വെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ സോങ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോക്ക് മനസ്സിലായില്ലേ? അപ്പം അതങ്ങനെ ഒരു ഫോമാറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക് പറയും. അതായത് ഇത്രയും പ്രായമുള്ള ഇദ്ദേഹം, നല്ല പ്രായമുണ്ട്, കളവനായിട്ടുള്ള ആളാണ് ആരെയും ചിരഞ്ജീവി ഗാരൊക്കെ. പുള്ളിക്ക് ഇപ്പോഴും ഫ്ലാഷ് ബാക്ക് ഉണ്ട്, പ്രണയമുണ്ട് നയൻതാരയായിട്ട്. എന്നിട്ട് സുന്ദരി മറ്റേ പാട്ടില്ലേ, സുന്ദരി ആ പാട്ടില്ലേ, ആ പാട്ട് ഇളയരാജ കേൾക്കണ്ടേ ഇതിൽ കുറേ തവണ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും പുള്ളി കേട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റും റോയൽറ്റിയൊക്കെ അടിച്ച് കിട്ടും. ചിലപ്പം റൈറ്റ് വാങ്ങിക്കണം. അത്രയും തവണ പാട്ട് കാണിക്കണം. ആ പാട്ട് കാണിക്കുന്നത് ഓരോ തവണ ഇവർ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് വരും പരസ്പരം. ഒന്ന് തമിഴ്നാട്ടിലെ കൊട്ടയം ചൂട്ടി കല്യാണം,
ആലപ്പുഴയാണല്ലോ കേരളം എന്ന് പറഞ്ഞാൽ, പുറത്തുള്ള ആൾക്കാർക്ക് കേരളം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ. അപ്പോൾ തോണിയിൽ പാട്ട് വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു. അവിടെ നിന്ന് പിന്നെ ഇവർ ഒരു ഡിയോറ്റ് പരിപാടി, ഒരു പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് മക്കളുണ്ട്. അപ്പോൾ അത് നമുക്ക് പല സിനിമയായിട്ട് തോന്നും. കാരണം മക്കളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അച്ഛൻ, അന്നേരം മക്കളെ കാണാൻ വേഷം മാറിയില്ല PT സാറായി പോകുന്നു. നമുക്ക് ഒളിമ്പ്യൻ എന്തോണി അതൊക്കെ പോലെ തോന്നും. അതിലെ കഥ ഇതല്ല. പിന്നെ അജിത്തിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, നയൻതാര അജിത്തൊക്കെയുള്ള സിനിമ, ആ സിനിമ പോലെ അങ്ങനെ കുറേ സിനിമയായിട്ട് ലൈറ്റ്. അതായത് ഇത് സ്ഥിരം ബോംബ് കഥ, സ്ഥിരം ക്ലീഷേ കഥ, സ്ഥിരം ഡ്രാമ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് മേക്കിംഗ് കൊണ്ട് പടം തെലങ്കാനയിൽ പരിപാടി നടക്കും. കാരണം ആഭാരം മേക്കിങ് മക്കളെ. മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബജറ്റ് ഇറക്കി. കാരണം ഇദ്ദേഹത്തിന് പണി അറിയാം, ഈ കക്ഷിക്ക് പണി അറിയുന്നതുകൊണ്ട് അങ്ങനെ മേക്ക് വെച്ച്. പിന്നെ ചിരഞ്ജീവിയുടെ കോമഡികൾ, ഇതിൽ കോമഡി ഉണ്ട്. പിന്നെ പല മറ്റേ സീൻസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല, ഓവർ ദ ടോപ്പ് ഫൈറ്റ് സീൻസ്. ഇതിൽ പിള്ളേരൊക്കെ അടിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ എങ്ങനെ മുഖത്തടിക്കുന്നതൊക്കെ എങ്ങനെ കാണിക്കുന്നത്, എങ്ങനെ സെൻസർ ബോർഡ് സമ്മതിക്കുന്നു, അത് എന്താണ് അതിൻ്റെ താഴെ വയലൻസ് എഴുതി കാണിക്കാത്ത മനസ്സിലായിട്ടില്ല. ചെറിയ കുട്ടീനെ മുഖത്ത് നിരന്തരം അടിക്കുക. ഒരു ചെക്കനെ ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചെക്കനെ ഇങ്ങനെ ഒരു തടിയൻ ചെക്കൻ തീറ്റപ്പണ്ടാരായിട്ട് കാണിച്ച് എന്തൊക്കെയോ തിന്നുന്നു, ഇങ്ങനെയൊക്കെ. പിന്നെ അച്ചമ്പാസം, പിന്നെ മക്കൾ, അമ്മ, ഇതൊക്കെയാണ്. പിന്നെ മറ്റേ സച്ചിൻ ടെണ്ടുൽക്കറല്ല, സച്ചിൻ കണ്ടേക്കർ, അദ്ദേഹം ഉണ്ട്. പുള്ളിയും ഇതിൽ ഉഷാറാണ്. പുള്ളി എന്തൊക്കെയോ കോമഡി കാണിക്കുന്നു. അങ്ങനെ പോകുന്നൊരു സിനിമ. ഇൻ്റർവെല്ല് വരെ ഇതിങ്ങനെയാണ്. ഗാരു PT സാറായിട്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഫൈറ്റ്, ഗാരുവിൻ്റെ ഫൈറ്റ്, അങ്ങനെ നയൻതാരയായിട്ട് കോൺഫ്ലിക്റ്റ്. അങ്ങനെ നയൻതാര സ്റ്റിൽ എന്താണ് അവിടെ എലഗൻസ് ഒന്നും എവിടെയും പോയിട്ടില്ല. സ്ക്രീൻ പ്രസൻസ്, അവിടെ ആറ്റിറ്റ്യൂഡ് പരിപാടിയൊക്കെ വെച്ചിട്ട് നയൻതാര അങ്ങനെ. പക്ഷെ കാണിക്കുന്ന മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരാധ പരിപാടികളാണ്. അതായത് നമുക്ക് ഈ കോമഡി കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താ ഈ കോമഡി കൊണ്ട് ഉദ്ദേശിക്കുന്ന പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള കോമഡികളാണ്. പിന്നെ അറിയാലോ, ഗ്രാവിറ്റിയെ വെല്ലുവിളിക്കുന്ന ഫൈറ്റ് സീക്വൻസും പരിപാടികളും. പ്രസാദു എന്ന് വിളിക്കുന്നത് തെലുങ്കിൽ പ്രസാദു, അതായത് പ്രസാദ്. അപ്പോൾ പ്രസാദിൻ്റെ വേറെ ചില അഭ്യാസങ്ങളാണ്. ചിരഞ്ജീവി ഗാരുവിൻ്റെ അഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സച്ചിൻ കണ്ടേക്കർ പറയും നയൻതാരേനെയും ചിരഞ്ജീവിനെയും അവരെങ്ങനെ മതിൽ കെട്ടി ബ്രിക്കിലിങ്ങനെ അകറ്റി നിർത്തിയേക്കുന്നത്. അദ്ദേഹം മെറ്റഫോറിക്കലി പറഞ്ഞത്, ലിറ്ററലി പറഞ്ഞതല്ല, അതായത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ രണ്ടുപേരെയും അകറ്റുന്നുള്ളത്. ഇത് കേട്ടിട്ട് ചിരഞ്ജീവി ഗാരു ഒരൊറ്റ ഐഡിയ മതിലിന്, ശരിക്കുള്ള മതിലിന്. പുള്ളി അടിച്ച് അതാണ് മതിൽ, അപ്പുറം മതിൽ കിട്ടി അപ്പുറം ആക്കുന്ന മറ്റേ മതിലുകൾ സിനിമയിലെ പോലെ ബഷീറിൻ്റെ. അങ്ങനത്തെ കുറേ കോമഡി ഉണ്ട്. പിന്നെ അദ്ദേഹം NSG കമാൻഡോസായിട്ട് വന്നിട്ട് അവിടുന്ന് ആ ഇതിൽ ഡാൻസ് കളിക്കും, ഭയങ്കര ഡാൻസ്. അങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ ഹരീഷ് പരടിയൊക്കെ ഉണ്ട്, കൈതീരി സാധ്യത. പുള്ളി മറ്റേ എന്താ ബോൾ തലയ്ക്കൊണ്ടിട്ട് ബോധം പോകും. അതൊക്കെ കോമഡി ആയിട്ട് അതിൽ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ ഈ റിവേഴ്സ് സാധനങ്ങൾ, അതായത് പിന്നെ നിലവിലുള്ള ക്ലീഷനെ ബ്രേക്ക് ചെയ്തിട്ട് കോമഡി കാണിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് തന്നെ ഭൂലോക ക്ലീഷയാണ്. അതാണ് ഏറ്റവും വലിയ ക്ലീഷ. ഗോൾഫിൻ്റെ ബോൾ കൊണ്ട് വീഴുന്നത് ഹരീഷ് പരടി. പിന്നെ സുദേവ് നായർ നല്ല ഇതൊക്കെ ഉണ്ട്, സ്ക്രീൻ പ്രസൻസും ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ കോമഡി പീസാണ്, വെറും കോമഡി പീസ് വില്ലേ. അവസാനക്കായപ്പോഴേ പിന്നെയാണ് വിക്ടറി വെങ്കടേഷും ചിരഞ്ജീവിക്കാരും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്. അയ്യോ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കന്മാരെ ആസ്വദിക്കാൻ. അവർ കാണുന്നത് ഈ രണ്ട് സ്റ്റാർസിനെയാണ്, ക്യാരക്ടേഴ്സിനെയല്ല. നമ്മൾ കാണുന്ന സമയത്ത് ഈ രണ്ടാളും കൂടി കാണും, കോമാളിത്തരം കാണിക്കാൻ വേണ്ടി മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ കാണണം, വിക്ടറി വെങ്കടേഷിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ കാണണം, അതുപോലത്തെ കോസ്റ്റ്യൂംസ്. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ സീക്വൻസ്. അവസാനം പിന്നെ അവർ ഒരുമിച്ചുള്ള ഒരു സോങ് ഉണ്ട്, അതിൽ ഡാൻസ്. പിന്നെ അവസാനം ജയിലറെ കോപ്പി അടിച്ചിട്ട്, ജയിലറെ അറിയാലോ മൊബൈൽ ഫോൺ കാണിക്കുന്ന സമയത്ത് അപ്പുറം വെങ്കടേഷ്, ജയിലറിൽ ശിവരാജ് കുമാറിനെ കൊണ്ടുവരുന്നില്ലേ, അതുപോലത്തെ ഒരു സാധനം. അങ്ങനെ അതായത് 2.25 മണിക്കൂർ ഈ ഫെസ്റ്റിവൽ സീസണിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് തേങ്ങാന്ന് വിചാരിക്കും. ഇത് റോസ്റ്റ് അടിക്കാൻ പറ്റിയ സാധനമാണ്. ഇതിപ്പോൾ എന്തായാലും ഇവിടെ കുറേ റോസ്റ്റ് അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നല്ല റോസ്റ്റ് അടിക്കും. കാരണം അതിനുള്ള പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കിതല്ല, അവർക്കിത് ആഘോഷമാണ്. ബോസ് 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 ബോസ്. അപ്പോൾ ചിരഞ്ജീവി ഗാരു തുടരും.